ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പെൺകുട്ടിയുടെ പേര് അത് ഞാൻ ഓർക്കും വിളിച്ചു പറയാം. ശരി സ്വാമിജി. എന്തായാലും ഇനി ഇങ്ങോട്ട് ഫോണിൽ വിളിക്കണ്ട, ഞാൻ നേരിട്ട് വന്ന് സ്വാമിജിയെ കണ്ടോളാം. ശരി, എന്നാ ഞാൻ ഫോൺ വയ്ക്കട്ടെ. ഓം നമ ശിവായ. ഈ കൊലുസ് അത് സമൃദ്ധ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് കാലിലിട്ടിരുന്നത്. അത് മോക്കം മനസ്സിലായില്ലേ? നിന്റെ കാലിലുണ്ടായിരുന്ന കൊലുസാണെന്ന്. ഇതിന്റെ രണ്ടാമത്തെ കൊലുസ് എവിടെയാ? ഞാൻ നോക്കിയിട്ട് ഇവിടെ ഒന്നും കണ്ടില്ല. അത് ആ സമയത്ത് അവിടെ എവിടെയോ കളഞ്ഞു പോയതാ. മോക്കെന്തൊരു സംശയം പോലെ? അമ്മ ഇതൊക്കെ മുൻപ് പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ? Look this. കഴിഞ്ഞ ഒരു വർഷത്തെ അവന്തികയുടെ കോൾ ലിസ്റ്റാണിത്. ബോത്ത് ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ്. സാറേ, മാർക്ക് ചെയ്തിട്ടുള്ള നമ്പറുകൾ? അനിരുദ്ധന്റെ ബോഡിയുടെ അവശിഷ്ടങ്ങൾ കിട്ടിയ ദിവസം അവന്തികയുടെ ഫോണിലേക്ക് വന്ന എല്ലാ കോളുകളും അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ചിലത് സ്വാഭാവികമായി വന്ന കോളുകളാണ്. എന്നാ ഇതിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു നമ്പർ മാത്രം ആ ദിവസം പല തവണ ആവർത്തിച്ച് വിളിച്ചിട്ടുണ്ട്. പലവട്ടം അവന്തികയും തിരിച്ചു ആ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഈ നമ്പറിന്റെ ഉടമ ആരാണെന്ന് അറിയാമോ സർ? ഒരു മൂർത്തി. സർ, ഈ മൂർത്തി വളരെ കാലമായി അവന്തികയുടെ കൂടെയുള്ള ആളാണ്. ഒരു സഹായിയെ പോലെയും ഒരു സംരക്ഷകരെ പോലെയും ഒക്കെ ഇയാൾ എപ്പോഴും കൂടെ ഉണ്ടാവും. അതെ, മൂർത്തി തന്നെയാണ് അവന്തികയെ ഈ നമ്പറിലേക്ക് വിളിച്ചിട്ടുള്ളതെന്ന് തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ നമ്പർ സ്വിച്ച് ഓഫ് ആണ്. അത് സാരമില്ല സർ, അയാളെ നമുക്ക് എവിടെന്നെങ്കിലും തപ്പിയെടുക്കാം. കാര്യമായിട്ടൊന്ന് ചോദ്യം ചെയ്താൽ അയാളെല്ലാം മണി പോലെ പറയും. അനിരുദ്ധന്റെ ബോഡിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഉടൻ തന്നെ മൂർത്തി അവന്തികയെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ഈ കൊലപാതകത്തിന് അയാൾക്ക് ബന്ധമുണ്ടെന്ന് വേണം കരുതാൻ. അയാൾ എവിടെയാണെന്ന് ഉടൻ തന്നെ ട്രേസ് ചെയ്യണം. ഇപ്പൊ തന്നെ അതിനുള്ള ഏർപ്പാട് ചെയ്യാം സർ. ആ നമ്പർ ഓഫാക്കിയ സ്ഥിതിക്ക് അയാൾ മറ്റേതെങ്കിലും നമ്പറിൽ നിന്നും അവന്തികയെ വിളിക്കാതിരിക്കില്ല. സർ, സിം മാറ്റിയാലും ഫോൺ ഓൺ ചെയ്താൽ ഉടൻ തന്നെ IMEI നമ്പർ വെച്ച് നമുക്ക് അയാളെ ട്രേസ് ചെയ്യാൻ പറ്റും. ഈ മൂർത്തി ആളത്ര ചില്ലറക്കാരനല്ലെന്നാ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അവന്തികയുടെ എല്ലാ കാര്യത്തിനും കൂട്ടുനിൽക്കുന്ന ഒരു ക്രിമിനലാണ് അയാൾ. ഒരുപക്ഷെ ആ ഫോൺ തന്നെ അയാൾ മാറ്റിയേക്കും. അവന്തികയുടെ കോളുകളെല്ലാം ട്രേസ് ചെയ്യാൻ ഇപ്പൊ തന്നെ സൈബർ സെല്ലിനോട് ഇൻഫോം ചെയ്യണം. മൂർത്തി അവന്തികയുമായി
ഇനിയിപ്പോൾ ഏത് ഫോണിൽ നിന്ന് കോണ്ടാക്ട് ചെയ്താലും ആ നിമിഷം നമുക്ക് അയാളെ ട്രേസ് ചെയ്ത് പിടിക്കാൻ സാധിക്കണം. സർ, ഇപ്പൊ തന്നെ സൈബർ സെല്ലിൽ വിളിച്ച് അതിനുള്ള ഏർപ്പാട് ചെയ്യാം സർ. അവന്തികയുടെ രഹസ്യങ്ങളിലേക്കുള്ള ഏക വഴിയാണ് ഈ മൂർത്തി. അയാളെ നമുക്ക് വേണം. ഒരു കാരണവശാലും നമ്മൾ വിരിക്കുന്ന വല പൊട്ടിച്ച് മൂർത്തി പുറത്തു പോകാൻ പാടില്ല. ഓക്കെ സർ. മൂർത്തി എങ്ങനെയെങ്കിലും ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യാം. ഇതുവരെ അവന്തികയുടെ അമ്മാവൻ അനിരുദ്ധൻ കൊല്ലപ്പെട്ടെന്ന് മാത്രമാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അവന്തികയും ആ കൊലപാതകമായിട്ടുള്ള കണക്ഷൻസും വെറും ഊഹങ്ങൾ മാത്രമാണ്. അതെല്ലാം സത്യമാവണമെങ്കിൽ നമ്മൾ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കണം. കോൺക്രീറ്റ് ആയ ഒരു എവിഡൻസ് ഇല്ലാതെ അവന്തികയെ പൂട്ടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും മൂർത്തിയെ നമുക്ക് തപ്പിയെടുത്തേ പറ്റൂ. ഞങ്ങൾ ഏറ്റു സർ. അവനെ ഞങ്ങൾ പൊക്കിയെടുത്തിരിക്കും. ഹലോ സ്വാമിജി. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു. എന്താ സ്വാമിജി? എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ഓർഫനേജിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ട് ആശ്രമത്തിൽ വെച്ച് 2-3 പെൺകുട്ടികളുടെ വിവാഹം നടത്തുന്നുണ്ട്. അവന്തിക കാര്യമായിട്ടൊന്ന് സഹായിക്കണം. അതിനെന്താ, ഞാൻ മാനേജറോട് പറയാം. നാളെ തന്നെ ആശ്രമത്തിന്റെ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആവും. ഈ സഹായങ്ങൾക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. നന്ദി ഞാൻ അങ്ങോട്ടല്ലേ സ്വാമിജി പറയേണ്ടത്? അത് പറഞ്ഞപ്പോഴാ ഒരു കാര്യം ഓർത്തത്. പൂങ്കൊടി മോളെ അന്വേഷിച്ച് ഇവിടെ ഒരാൾ വന്നിരുന്നു. അവന്തിക ദത്തെടുത്ത കുഞ്ഞിന്റെ യഥാർത്ഥ മാതാപിതാക്കൾ ആരെന്ന് ചോദിച്ചു. ആരാ സ്വാമിജി വന്നത്? ഒരു പെൺകുട്ടിയാ വന്നത്. അവന്തികയുടെ അടുത്ത ബന്ധുവാണെന്നും പറഞ്ഞു. എന്തോ ഒരു പേര് പറഞ്ഞു, ഞാനത് മറന്നു. എന്നിട്ട് സ്വാമിജി എന്തു പറഞ്ഞു? കുഞ്ഞിനെ സംബന്ധിച്ച് യാതൊരു വിവരവും തരാൻ പറ്റില്ലെന്ന് തറപ്പിച്ച് ഞാനങ്ങ് പറഞ്ഞു. പെൺകുട്ടിയുടെ പേര് അത് ഞാൻ ഓർക്കും വിളിച്ചു പറയാം. ശരി സ്വാമിജി. എന്തായാലും ഇനി ഇങ്ങോട്ട് ഫോണിൽ വിളിക്കണ്ട. ഞാൻ നേരിട്ട് വന്ന് സ്വാമിജിയെ കണ്ടോളാം. ശരി, എന്നാ ഞാൻ ഫോൺ വയ്ക്കട്ടെ. ഓം നമഃ ശിവായ.